ഹായ് ഹായ് ഗൈസ് യു ഗൈസ് ഹായ് ഗൈസ് യു ഗൈസ് വാച്ചിങ് ആൻഡ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൈലൻറ്റ് വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് ആനിമേറ്റഡ് മൂവി ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഇത് 2016 ഇറങ്ങിയാണ്. കുറച്ച് പഴയതാണ്. ഞാൻ കണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. കാരണം കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, ആൻറ്റീൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഫുൾ പരിപാടി കുറച്ച് വെറുതെ നിന്നാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ വീട്ടിലിരുന്ന് റിവ്യൂ ഇടാനല്ലേ എനിക്ക് അറിയുള്ളൂ. അതിനുകൊണ്ട് റിവ്യൂ ഇടാൻ കുറച്ച് ലേറ്റായി. സംഭവം ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടിയടാ. ഈ സ്റ്റോറീസ് പല സീൻസും ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. സോ നിങ്ങളിത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റോറി, പക്ഷെ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഭയങ്കര അടിപൊളി സാധനമാണ്, നൈസ് സാധനമാണ്. കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത്. അതും എനിക്ക് അറിയണം, കാരണം ചില സീൻസൊക്കെ ഞാൻ മിസ്സായതുണ്ടാവും. അപ്പം നിങ്ങളെ കമൻറ്റ്സ് കാരണം ഞാനത് ശ്രദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഈ മൂവി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് കേൾക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു സംസാരിക്കുന്നത് പ്രോപ്പറായിരിക്കില്ല. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയില്ല. പിന്നെ വേറൊരു കുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ചെക്കൻ. അവനാണ് ഫുള്ള് അലമ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ. അങ്ങനെ ഈ കുട്ടീനെ ആ ക്ലാസ്സിൽ കുറേ പേര് ബുള്ളി ചെയ്യുകയാണ്. ഈ കുട്ടീൻ്റെ കേൾവിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ഈ കുട്ടി സംസാരിക്കുന്നത് തന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ്. സോ ഇത് കേൾക്കുമ്പോൾ പലരും ചിരിച്ച് ബുള്ളി ചെയ്ത് പക്ക ആ കുട്ടീനെ ഭയങ്കര ഹേർട്ട് ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും ഇതിലെ മറ്റൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഇവൾക്ക് ഇവള് ഭയങ്കര ഫ്രണ്ടാവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പറയുകയാണ്. ആ സീനൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. കുറേ സീൻസൊക്കെ ഞാൻ ഭയങ്കര സീനായി പോയടാ. അങ്ങനത്തെ കുറേ സീൻസും. പിന്നെ ആ ടൈമിൽ ഇവൻ ഭയങ്കരമായിട്ട് ഇവളെ അവോയ്ഡ് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് വലുതാകുമ്പോൾ പിന്നെയും ഒന്നിക്കുന്നതാണ്. പിന്നെ ഇവരെ കുറേ ഫ്രണ്ട്സൊക്കെ പലരും തമ്മിൽ ബ്രേക്കായി ഉണ്ടാവും, അതൊക്കെ ഒന്നിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സീനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ സ്റ്റോറീസും, പിന്നെ ഇവർ തമ്മിൽ വരുന്ന ഒരു സ്റ്റോറീസും അവർ തമ്മിൽ വരുന്ന പല സീൻസും ഭയങ്കര അടിപൊളിയാണ്. അത് എന്താ പറയുക, അത് നിങ്ങൾ കാണുന്നെ വേണം. കണ്ടവർക്ക് അറിയാം ഭയങ്കര കിട്ടുന്ന സീനുണ്ട്. ഞാൻ പേഴ്സണലി എനിക്കിങ്ങനെ ഇവർ രണ്ടാളും ചില ഒരു എക്സാമ്പിൾ ഒരു സീനുണ്ട്. ഇവക്കിങ്ങനെ എന്താ പറയുക, ഇവൾ സംസാരിക്കാതെ ഇവൾ എഴുതിയിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ അതൊരു ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നും, ഇവക്കൊരു പക്കായിട്ട് തോന്നില്ല. അങ്ങനെ ഇവളെന്ത് ചെയ്യും, ഇവൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കും, പക്ഷേ അതവന് മനസ്സിലാവില്ല. ഇവൾക്ക് ഇഷ്ടമെന്ന് പറയുന്നതാണ് അവനോട്, പക്ഷെ അതവന് മനസ്സിലാവുന്നില്ല. ആ ഒരു സീനുണ്ട്, അവൾക്ക് ഫേസ് ചെയ്യുന്നൊരു സീനുണ്ട്. അത് അങ്ങനെ അവയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി. ഒരു സാരൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ കുറേ സീൻസൊക്കെ ഉണ്ട്. ഇങ്ങനെ കൊച്ചു സീൻസാണ്. പിന്നെ ഇതിൽ ചെറിയൊരു ലാഗ് മേ ബി ചിലവർക്ക് തോന്നും, കാരണം കുറച്ചിങ്ങനെ സ്റ്റോറി മെല്ലെ പയ്യെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. മേ ബി ചിലവർക്ക് തോന്നും ഭയങ്കര സ്പീഡൊന്നുമല്ല, നല്ല സ്ലോ ആയിട്ട്, അത് വേണ്ട ഒരു സ്പീഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ സ്പീഡിൽ പോകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ജാപ്പനീസാണ്, ആനിമേറ്റഡ് ആണ്, ആനിമയാണ്, ചെറിയ മക്കളതാണ് എന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര കിടിലൻ സംഭവമാണ്. സോ മറക്കരുത്, കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈലൻറ്റ് വോയിസ് എന്നാണെങ്കിലും ചില ഇടങ്ങളിൽ എന്തോ ഷേപ്പ് ഓഫ് വോയിസോ അങ്ങനെ എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ എവിടെയോ ഒന്ന് പറയുന്നത് കേട്ടു. ഞാൻ പഠിപ്പിച്ച കുറേ റൊമാൻറ്റിക് മൂവീസ് കാണുന്നുണ്ടോ ഒരു ഡൗട്ട്. റൊമാൻസ് വരുന്നതാ എന്നോടുണ്ട്. ഐ വോണ്ട് ഈറ്റ് യുവർ പാൻക്രിയാസോ, ആ ഒരു സംഭവം കണ്ടോക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അതും ഒന്നും കണ്ടോക്കട്ടെ. ഇത്ര പണികളാലേ. എന്നാൽ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പം നമുക്ക്